മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ വെക്ടറിൽ ചെയ്യുന്ന ഒരു ഓപ്പറേഷൻ, ഒരു മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ, അതായത് ആ വെക്ടറിനെ ട്രാൻസ്ഫോം ചെയ്യുന്ന ഒരു ഓപ്പറേഷനാണ്. അതായത് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുമ്പോൾ സ്കെയിലിംഗ് അപ്പ് ഓർ സ്കെയിലിംഗ് ഡൗൺ ആവാം, റൊട്ടേഷൻ ആവാം, അല്ലെങ്കിൽ രണ്ടിൻ്റെയും മിക്സ് ഓഫ് ബോത്ത് ആവാം. സോ ഈ ഒരു രീതിയിൽ നമ്മളതിനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരു ഏകദേശം ഒരു ഐഡിയ കിട്ടും. സോ എന്തിനാണ് നമ്മൾ ആ പഠിച്ച മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ റൂൾസും അതുപോലെ കോളം വെക്ടർ എന്താണ്, റോ വെക്ടർ എന്താണ്, അങ്ങനെയൊക്കെ വരാനുള്ള കാരണം എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. കാരണം നമുക്കറിയാം രണ്ട് മെട്രിക്സുകൾ തമ്മിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മെട്രിക്സ് എ ആൻഡ് ബി, എം ബൈ എൻ ആൻഡ് എൻ ബൈ കെ. സോ നമ്മളവിടെ പറയാറുണ്ട് ഈ രണ്ട് എന്നും, സോ ഇതിൻ്റെ നമ്പർ ഓഫ് കോളംസും ഇതിൻ്റെ നമ്പർ ഓഫ് റോസും സെയിം ആവണം എന്ന് നമ്മൾ പറയാറുണ്ട്, എയുടെയും ബിയുടെയും. സോ ആ റൂൾ വരാൻ കാരണം എന്താണ്? അപ്പം മെട്രിക്സ് ബി എന്ന് പറയുന്നത് ഇറ്റ്സ് ലൈക്ക് ഓരോ കോളവും എന്ന് പറയുന്നത് ഓരോ വെക്ടറാണ്. ഓക്കെ, ആ ഒരു രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. അതുപോലെ തന്നെ കോളം വെക്ടർ എന്നുള്ള രീതിയിൽ നമ്മൾ ഒരു വെക്ടറിനെ നമ്മൾ മെട്രിക്സുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമ്മളതിനെ കോളം വെക്ടർ ആക്കിയേ പറ്റൂ. എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു മെട്രിക്സുമായിട്ട് അതിനെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, സോ ഇത് ഒരു എം ബൈ എൻ മെട്രിക്സ് ആണെന്നുണ്ടെങ്കിൽ ദിസ് വൺ ഷുഡ് ബി അൻ എൻ ബൈ വൺ വിത്ത് എ സിംഗിൾ കോളം. ഓക്കെ, ഒരു വെക്ടർ ആയതുകൊണ്ട് തന്നെ സിംഗിൾ കോളം എന്നുള്ള രീതിയിൽ പറയണം. എന്നാൽ മാത്രമേ ഈ രണ്ട് എന്നും ഈക്വൽ ആവുള്ളൂ. അതുപോലെ നമുക്ക് ആ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ റൂള് സക്സസ്ഫുള്ളി ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ബൈ ഡിഫോൾട്ടായിട്ട് ഒരു വെക്റ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ കോളം വെക്റ്ററാണ്. കാരണം അതിന് നമുക്ക് ഒരു മെട്രിക്സ് ഉപയോഗിച്ച് ട്രാൻസ്ഫോം ചെയ്തെടുക്കാനുള്ളതാണ്. അതല്ല സ്പെസിഫിക് ആയിട്ട് എടുത്ത് പറയുവാണെങ്കിൽ നമുക്ക് റോ വൈസ് നൊട്ടേഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് ഈസി ആയിട്ട് റോ വൈസ് എഴുതാനായിട്ടാണ് നമ്മൾ റോ വെക്റ്റർ എന്നുള്ള രീതിയിൽ പറയുന്നത്. ഓക്കെ, സോ മെട്രിക്സ് വെക്ടറിൽ ചെയ്യുന്ന ട്രാൻസ്ഫോർമേഷൻസിനെ പറ്റി നമ്മൾ പറഞ്ഞു. ഇനി ഇതിൻ്റെ അകത്ത് എപ്പോഴും നമുക്ക് മാത്തമാറ്റിക്കൽ ട്രാൻസ്ഫോർമേഷൻസിൽ നമ്മൾ പറയുന്ന ഒരു ഐഡിയ എന്ന് പറയുന്നത്, ഇപ്പം നമുക്ക് ഒരു ഒറിജിനൽ ഇൻപുട്ട് ഉണ്ട്, അതിനെ നമ്മൾ വി ഡിഡ് സം മാത്തമാറ്റിക്കൽ ട്രാൻസ്ഫോർമേഷൻ ആസ് എ ഫംഗ്ഷൻ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം. സോ എനിക്ക് y കിട്ടി. അങ്ങനെയാണെങ്കിൽ അവിടെ പലപ്പോഴും ഒരു കൺസെപ്റ്റ് ഉണ്ട്, അതായത് ഇതിൻ്റെ നേരെ ഇൻവേഴ്സ്, അതായത് ഈ ഫംഗ്ഷൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉണ്ട്. അതായത് തിരിച്ച് എനിക്ക് പഴയ എക്സിലോട്ട് അതായത് ഇൻപുട്ട് എക്സ് കൊടുത്തു, ഔട്ട്പുട്ട് y കിട്ടി, ഈ ഔട്ട്പുട്ടിനെ തിരിച്ച് പഴയ ഇൻപുട്ടിലോട്ട് കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യമാണ്. ഓക്കെ, സോ എഫ് ഇൻവേഴ്സ് ഫംഗ്ഷൻ എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ പറയാറുണ്ട്. നമ്മളിപ്പോൾ ഒരു സിമ്പിൾ എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ 20 എന്ന് പറയുന്ന ഒരു നമ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളതിന് 1/5 എന്ന് നമുക്ക് വെച്ച് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് 4 എന്ന് പറയുന്ന ആൻസർ കിട്ടും. ഇനി തിരിച്ച് ഇതിനെ നമുക്ക് 20 കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ നമ്മളിതിനെ തിരിച്ച് 5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. വി വിൽ ഓൾസോ ഗെറ്റ് 20. സോ ഇവിടെ ആക്ച്വലി 5ഉം 1/5ഉം ഇൻവേഴ്സ് ഓഫ് ഈച്ച് അതറാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം കൊടുത്ത ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് 1/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അതിന് നേരെ ഇൻവേഴ്സ് ഓപ്പറേഷനാണ് 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ ഒരു കേസിൽ ആക്ച്വലി ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ ഒരു മാത്തമാറ്റിക്കൽ ട്രാൻസ്ഫോർമേഷൻ്റെ ഭാഗമായിട്ട് നമുക്ക് ബോത്ത് ടു ആൻഡ് ഫ്രോ പോസിബിളാണ്. അതായത് ഈ ഫംഗ്ഷന്, ഈ ഒരു പർട്ടിക്കുലർ ഓപ്പറേഷന് ദർ ഈസ് എ ഇൻവേഴ്സ് ഓപ്പറേഷൻ പോസിബിൾ. സോ ഇൻ ജനറൽ നമുക്ക് ഇൻവേഴ്സ് ഓപ്പറേഷൻ പോസിബിൾ ആയിട്ടുള്ള കേസുകളും ഉണ്ട്, ഇൻവേഴ്സ് ഓപ്പറേഷൻ പോസിബിൾ അല്ലാത്ത ഓപ്പറേഷൻസും ഉണ്ട്. അത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ മാത്തമാറ്റിക്കൽ ട്രാൻസ്ഫോർമേഷനാണ്. അത് ഇൻ ജനറലായിട്ട് എല്ലാ മാത്തമാറ്റിക്കൽ ട്രാൻസ്ഫോർമേഷൻ്റെയും കാര്യത്തിലാണിത് പറയുന്നത്. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മൾ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ പഠിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും പഠിക്കുന്ന ഒരു റൂളാണ് a ഇൻറ്റു ബി നോട്ട് ഈക്വൽ ടു ബി ഇൻറ്റു എ. കാരണം എന്താണ്? രണ്ട് മെട്രിക്സുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പലപ്പോഴും നമുക്ക് തിരിച്ച് മൾട്ടിപ്ലിക്കേഷൻ സെയിം ആവണം എന്ന് നിർബന്ധമില്ല. ചില കേസുകളിൽ ആണ്, ബട്ട് നോട്ട് ഓൾവേസ് ദ സെയിം. സോ അങ്ങനെ വരുന്നതുകൊണ്ട് തന്നെ നമ്മൾ എ ബി ഈസ് ഈക്വൽ ടു നോട്ട് ഈക്വൽ ടു ബി എ എന്നുള്ള രീതിയിൽ പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു മെട്രിക്സിനെ അല്ലെങ്കിൽ ഒരു വെക്ടർ എക്സിനെ ഞാൻ ആദ്യം എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുവാണ്. എ ഇൻറ്റു വെക്ടർ എക്സ്, ദെൻ അതിനെ ഞാൻ ബി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുവാണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് എ ബി എക്സ് ഓക്കെ എന്നുള്ള രീതിയിൽ അതിനെ എഴുതാൻ പറ്റും. സോ ഇങ്ങനെ എഴുതുന്നതും ബി എ എക്സ് എന്ന് എഴുതുന്നതും നോട്ട് ഓൾവേസ്
സെയിം ആവണമെന്നില്ല. ഡിപ്പെൻഡിങ് അപ്പോൺ ദ വാല്യൂസ് ഓഫ് എ ആൻഡ് ബി ഇറ്റ് ക്യാൻ ബി സെയിം ഓർ ഇറ്റ് കനോട്ട് ബി സെയിം. സോ നോട്ട് ഓൾവേസ് സെയിം അല്ലാത്തതുകൊണ്ട് തന്നെ നമുക്കതൊരിക്കലും ജനറലൈസ് ചെയ്ത് പറയാൻ പറ്റത്തില്ല. സോ നമ്മൾ പൊതുവേ എടുക്കുന്ന ടേക്ക് എന്ന് പറഞ്ഞാൽ എ ബി നോട്ട് ഈക്വൽ ടു ബി എന്നുള്ളതാണ്. സോ ഓൺ എ ഗ്രാഫിക്കൽ സൈഡ് നമ്മൾ ചിന്തിച്ചാൽ തന്നെയും ഞാൻ പറഞ്ഞു ഒരു വെക്ടറിനെ മെട്രിക്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ദർ വിൽ ബി ലൈക്ക് എ സ്കെയിലിംഗ് അപ്പ് ഓർ ഡൗൺ ആൻഡ് ഷിയറിങ് ആൻഡ് മിക്സ് ഓഫ് ബോത്ത് അങ്ങനെയുള്ള ഓപ്പറേഷൻസ് ആയിരിക്കും സംഭവിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ബി കൊണ്ട് ആദ്യം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വരുന്ന ട്രാൻസ്ഫോർമേഷൻ, ആ ട്രാൻസ്ഫോർമേഷന് ശേഷമായിരിക്കും എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന ട്രാൻസ്ഫോർമേഷൻ വരുന്നത്. സോ ഇതിൻ്റെ ഓർഡർ ചേഞ്ച് ആവുന്നതുകൊണ്ട് തന്നെ ആദ്യം വരുന്ന റിസൾട്ട് ആയിരിക്കില്ല, ഈ ഒരു ഫസ്റ്റ് കേസിൽ വരുന്ന റിസൾട്ട് ആയിരിക്കില്ല സെക്കൻഡ് കേസിൽ വെക്ടർ എക്സിന് സംഭവിക്കുന്നുണ്ടാവുക. ഓക്കെ, അഗെയിൻ ലൈക്ക് ചില സ്പെസിഫിക് കേസിൽ രണ്ടും ഒരുപോലെ വരാറുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ വെക്ടർ എ എന്ന് പറയുന്നത് ഇതിന് 90 ഡിഗ്രി ഫസ്റ്റ് ഒറിജിനൽ വെക്ടർ എങ്ങനെയായിരുന്നു 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുന്നതാണ് വെക്ടർ എ, വെക്ടർ ബി. ദെൻ വെക്ടർ എ എന്ന് പറയുന്നത് അഗെയിൻ അതിന് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, ഇവിടെ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ആണ് റൊട്ടേറ്റ് ചെയ്തത്, ഇവിടെ തിരിച്ച് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുന്ന ട്രാൻസ്ഫോർമേഷൻ ആണെന്നുണ്ടെങ്കിൽ ദെൻ ബോത്ത് വിൽ ബി സെയിം. ഓക്കെ, പക്ഷേ അതൊരിക്കലും ഒരു ജനറൽ കേസ് അല്ലാത്തതുകൊണ്ട് തന്നെ പൊതുവെ എങ്ങനെയാണ് ഡെഫിനേഷൻ പറയുന്നത്. ഇനി അതുപോലെ തന്നെ നമ്മൾ പഠിച്ചിട്ടുള്ള മറ്റൊരു കാര്യമാണ് ഒരു മെട്രിക്സ് നമുക്ക് തന്നു കഴിഞ്ഞാൽ ആ മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കുക എന്നുള്ളത്. സോ അതിന് നമ്മളൊരു ഫോർമുലയൊക്കെ പഠിച്ചിട്ടുണ്ട്. സോ 1/det ഓഫ് എ ഇൻറ്റു അഡ്ജോയിൻ്റ് ഓഫ് എ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. സോ അവിടെയും നമ്മൾ പർട്ടിക്കുലർലി പറയുന്ന ഒരു കാര്യമാണ്, സോ വെക്ടർ എ ഇൻവേഴ്സ് എന്ന് പറയുന്നത് നോട്ട് ഓൾവേസ് എക്സിസ്റ്റ്. ചില മെട്രിക്സിനുണ്ടാവാം, ചില മെട്രിക്സിനുണ്ടാവണം എന്ന് നിർബന്ധമില്ല. സോ അവിടെയും നമ്മൾ ഒന്നുകൂടെ ഇതിന് ചിന്തിച്ച് കഴിഞ്ഞാൽ, അതിൽ ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്താണ് ശരിക്കും സംഭവിക്കുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഒരു മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഒരു വെക്ടറിൽ ചെയ്യുന്ന ഒരു മാത്തമാറ്റിക്കൽ ട്രാൻസ്ഫോർമേഷനാണ്. സോ നോട്ട് ഓൾ ട്രാൻസ്ഫോർമേഷൻസ് ക്യാൻ ബി റിവേഴ്സിബിൾ. സോ എ ഇൻവേഴ്സ് ഡസ് നോട്ട് എക്സിസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ മെട്രിക്സിന് നേരെ ഇൻവേഴ്സ് ആയിട്ടുള്ളൊരു മെട്രിക്സ് ഇല്ല, അല്ലെങ്കിൽ തിരിച്ച് ആ വെക്ടറിനെ പഴയ അവസ്ഥയിലോട്ട് കൊണ്ടുവരാനുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ പോസിബിൾ അല്ല എന്നാണ്. സോ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഡിറ്റർമിനൻ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതും ഡിറ്റർമിനൻ്റ് 0 ആണോ എന്ന് നോക്കുന്നത്. ഓക്കെ, സോ ഡിറ്റർമിനൻ്റ് നോൺ 0 ആണെങ്കിൽ മാത്രമേ ആ വെക്ടറിന് ഒരു ഇൻവേഴ്സ് ഉണ്ടാവുകയുള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞ ലൈക്ക് 2 2 2 0 0 ഡയഗണൽ എലമെൻറ്റ്സ് രണ്ടും 2, ഓഫ് ഡയഗണൽ എലമെൻറ്റ്സ് രണ്ടും 0, ഇങ്ങനെയുള്ള ഒരു വെക്ടർ എ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇൻവേഴ്സ് എനിക്ക് വേണമെങ്കിൽ എ ഇൻവേഴ്സ് എനിക്ക് വേണമെങ്കിൽ ഈ ഒരു ഇക്വേഷൻ ഇട്ട് കൊടുത്തൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാം. ബട്ട് ഡയറക്റ്റ്ലി നമ്മൾ വിഷ്വലി അതിനെ ചിന്തിച്ച് കാണുവാണെങ്കിൽ എങ്ങനെയാണ് നമുക്ക് വളരെ ക്വിക്കായിട്ട് തന്നെ അത് ആൻസർ പറയാൻ പറ്റും. സോ ഇത് 1 2 1 2 അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒറിജിനൽ ലൈക്ക് ഈ ഒരു വെക്ടർ 1 1 എന്നാണ് എൻ്റെ വെക്ടർ എന്നുണ്ടെങ്കിൽ ഇതായിരിക്കും അതിൻ്റെ വെക്ടർ വാല്യൂ. സോ മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം എന്താണ് ഈ വെക്ടർ 2 2 അല്ലെങ്കിൽ ഇതിന് സ്കെയിലപ്പ് ആവുകയാണ് ചെയ്യുന്നത്. ഈ ഒരു മെട്രിക്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വെക്ടർ മെട്രിക്സ് എ വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് സ്കെയിലപ്പ് ആവുകയാണ് ചെയ്യുന്നത്. സോ ഇതിൻ്റെ നേരെ റിവേഴ്സ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, തിരിച്ച് ആ വെക്ടറിനെ ഈ പഴയ 1 1 അവസ്ഥയിലോട്ട് കൊണ്ടുവരിക. സോ ഒറിജിനലി 1 1 ആയിരുന്നു, ഈ മെട്രിക്സ് എ വെച്ച് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ഇറ്റ് ബിക്കെയിം 2 2. ദെൻ തിരിച്ച് കൊണ്ടുവരണമെങ്കിൽ എന്താണ്, ഇതിനെ വീണ്ടും സ്കെയിൽ ഡൗൺ ചെയ്യണം. സോ ഡെഫിനറ്റ്ലി എൻ്റെ ഇൻവേഴ്സ് മെട്രിക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും, എ ഇൻവേഴ്സ് എന്ന് പറയുന്നത് എനിക്കിവിടെ 0.5 0.5 0 0 എന്ന് കൊടുക്കാൻ സാധിക്കും. സോ ഡെഫിനറ്റ്ലി ഇത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സ്കെയിൽ ഡൗൺ ആയിരിക്കും സംഭവിക്കുന്നത്. സോ അങ്ങനെ നോക്കിയാൽ വെക്ടർ എയുടെ ഇൻവേഴ്സ് ഈ ഒരു പർട്ടിക്കുലർ മെട്രിക്സ് ഞാൻ മിക്സപ്പ് ആയിട്ട് പറയുന്നു വെക്ടർ ആൻഡ് മെട്രിക്സ് എന്ന്. ഈ ഒരു മെട്രിക്സ് എയുടെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് ആക്ച്വലി 0.50 0.5 എന്ന് പറയുന്ന ഈ ഒരു മെട്രിക്സ് ആണ്. ഓക്കെ, സോ ഒരു വിഷ്വൽ ഇൻഡ്യൂഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഈ പ്രൊസീജിയറിലോട്ടൊന്നും പോകാതെ തന്നെ ഡയറക്റ്റായിട്ട് അതിൻ്റെ ഇൻവേഴ്സ് എഴുതാൻ സാധിക്കും. ഓക്കെ, സോ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ, മെട്രിക്സ് ഒരു വെക്ടറിൽ ചെയ്യുന്ന ട്രാൻസ്ഫോർമേഷൻ എന്താണ്, അതെങ്ങനെയൊക്കെയാണ് പോസിബിൾ ആവുന്നത്, ദെൻ ദ ഇൻവേഴ്സ് എന്ന് പറയുന്ന കൺസെപ്റ്റ്, മെട്രിക്സ് ഇൻവേഴ്സ് എന്ന് പറയുന്ന കൺസെപ്റ്റ്, ഇൻവേഴ്സ് ഓഫ് എ ഫംഗ്ഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ്, മാത്തമാറ്റിക്കൽ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ്, ഓർഡർ ഓഫ് ഓപ്പറേഷൻ, അതിൻ്റെ സിഗ്നിഫിക്കൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്കൊരു വിഷ്വൽ ഇൻറ്റ്യൂഷൻ നമുക്ക് ഈ ഒരു രീതിയിൽ മനസ്സിലാക്കുന്നത് നമുക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ലേറ്റർ ഓൺ നമ്മൾ അൽഗോരിതംസ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കുമ്പോൾ ഇതിൻ്റെ എല്ലാം യൂസ് കേസസ് വരാറുണ്ട്. ഓക്കെ.